കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും സ്നേഹ സന്ദേശത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ഫിലോമോൻ പുസ്തകത്തിൽ നിന്നാണ്. അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഫിലോമോന്റെ ലേഖനം 11-ാമത്തെ വാക്യം. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനം ഉള്ളവൻ തന്നെ. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. ഈ ലേഖനം വളരെ വ്യക്തിപരമായ ഒരു ലേഖനമാണ്. ഈ ലേഖനത്തിൽ പ്രധാനമായും 3 കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഈ ലേഖനത്തിന്റെ കർത്താവായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ്, അതുപോലെ തന്നെ താൻ സുവിശേഷം പറഞ്ഞ് താൻ നിമിത്തം വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഫിലോമോനെ നമുക്ക് കാണുവാൻ കഴിയും. മൂന്നാമതായി ഫിലോമോന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന ബാല്യക്കാരൻ, അല്ലെങ്കിൽ വേറെ നിലയിൽ പറഞ്ഞാൽ അടിമയായിരിക്കുന്ന ഒനോസിമോസ് എന്ന് പറയുന്ന വ്യക്തിയെ കാണുവാൻ കഴിയും. ഈ 3 വ്യക്തിത്വങ്ങളെ നമുക്ക് ഈ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് അടിമ കച്ചവടം നിലനിന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ആ നിലയിലുള്ള ആളുകൾക്ക്, സമ്പന്നരായിരിക്കുന്ന ധനികന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഒരു വീട്ടിൽ അനേക അടിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും ഈ ഫിലോമോൻ എന്ന് പറയുന്ന ധനികനായിരിക്കുന്ന ഈ യജമാനന് അനേക അടിമകൾ ഉണ്ടായിരുന്നതിൽ ഒരു അടിമയായിരുന്നു ഈ ഒനോസിമോസ് എന്ന് പറയുന്ന അടിമ. എന്നാൽ എന്തോ കാരണം കൊണ്ട് അവൻ ചില തെറ്റുകൾ ചെയ്ത് ആ ഭവനത്തിൽ നിന്ന് പുറത്താക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ പുറത്താക്കപ്പെട്ട അടിമ താൻ ചെന്നത് കാരാഗ്രഹത്തിലാണ്. ആ കാരാഗ്രഹത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസുമായി കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ ആ കൂടിക്കാഴ്ച വളരെ നിർണായകമായ ഒരു രീതിയിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ പ്രവർത്തനം, അല്ലെങ്കിൽ അവരുടെ ആ കൂടിക്കാഴ്ച തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് പിന്നീടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് പൗലോസിന്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ഒനോസിമോസ് എന്ന് പറയുന്ന ഈ അടിമയുടെ ജീവിതത്തിലും ഇതിലൊക്കെ ഉപരിയായി ഫിലോമോന്റെ ജീവിതത്തിലും അത് മാറ്റത്തിന് വിധേയമായി തീർന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നാം വായിച്ച വേദഭാഗം അതിന്റെ 11-ാമത്തെ വാക്യമാണ്. അപ്പോൾ ഇവിടെ നാം വായിച്ച വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ മുമ്പേ നിനക്ക് പ്രയോജനം ഇല്ലാത്തവനായിരുന്നു. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ്, മനുഷ്യന്റെ 2 അവസ്ഥകളെ കുറിച്ച് കാണുവാൻ കഴിയും. എന്തെല്ലാമാണ് 2 അവസ്ഥകൾ? ഒന്ന്, പ്രയോജനമില്ലാത്ത അവസ്ഥ. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് 11-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പ്രയോജനം ഉള്ള അവസ്ഥ. ഇങ്ങനെ പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പ്രയോജനമുള്ള അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് ഈ അടിമയായിരിക്കുന്ന ഒനോസിമോസിനെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ്, എന്റെ മകൻ എന്നാണ് അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ സംബോധന ചെയ്തിരിക്കുന്നത്. വലിയൊരു മാറ്റം തനിക്ക് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നിങ്ങളിൽ ചിലരൊക്കെ ചിന്തിക്കും, ഞാൻ ആർക്കും പ്രയോജനമില്ലാത്തവനാണെന്ന് ചിന്തിക്കുന്ന ചിലരൊക്കെ കണ്ടു എന്ന് വരാം. ഇങ്ങനെ ചിന്തിക്കുന്ന അനേക ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആർക്കും കൊള്ളരുതാത്തവനാണ്, അല്ലെങ്കിൽ ആർക്കും കൊള്ളുവാൻ കഴിയാത്ത, പ്രയോജനമില്ലാത്ത, പ്രയോജനരഹിതനായ വ്യക്തിയാണ്, നിഷ്പ്രയോജനം ഉള്ളവനാണ് എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അങ്ങനെ പ്രയോജനമില്ല എന്ന്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന് ചിന്തിച്ച് നിരാശയിലൂടെ മുമ്പോട്ട് പോകുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനെ നിരാശയിൽ നമ്മൾ ഒരിക്കലും മുമ്പോട്ട് പോകരുത്.
നാം ഒരിക്കലും നമ്മളെ തന്നെ ഇങ്ങനെ ചിന്തിക്കരുത്, ഞാൻ പ്രയോജനമില്ലാത്തവനാണ്. ഇങ്ങനെ ഈ ചിന്ത ഉണ്ടാകുമ്പോൾ ചില മനുഷ്യർ ചിന്തിക്കുന്നത് എന്താണ്? തന്റെ ജീവിതം എന്തുകൊണ്ട് അവസാനിപ്പിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഞാൻ പ്രയോജനമില്ലാത്തവനാണ്, എന്റെ വീട്ടിന് ഞാൻ പ്രയോജനമില്ല, എന്റെ ഭാര്യയ്ക്ക് ഞാൻ പ്രയോജനമില്ല, എന്റെ മക്കൾക്ക് പ്രയോജനമില്ല, ഇനി ഞാൻ ജീവിക്കുന്ന സമൂഹത്തിനും യാതൊരു പ്രയോജനവും എന്നാലായിട്ട് ചെയ്യുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ പ്രയോജനമില്ലാത്തവനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആ ചിന്ത നിങ്ങൾ മാറ്റേണ്ട ഒരു സമയം ഏറ്റവും അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ചിന്ത നിങ്ങളെ ഒരിക്കലും നിരാശയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. എന്നാൽ ഇങ്ങനെ ചിന്തിച്ച് ജീവിതഭാരത്താൽ മുമ്പോട്ട് പോകുന്ന ആളുകളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങളുടെ ഈ ചിന്തയ്ക്ക് മാറ്റം വരുത്തണം. ആ ചിന്തയ്ക്ക് മാറ്റം വരുത്തുവാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇങ്ങനെ ചിന്തിച്ച് ചില ആളുകൾ ചെയ്യുന്നത് എന്തെന്നറിയാമോ? ഞാൻ പ്രയോജനമില്ലാത്തവനാണ് എന്ന് ചിന്തിച്ച് ചില ആളുകൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവർ മദ്യത്തിന് അടിമകളായി പോകുന്നവരുണ്ട്, ചില ആളുകൾ മയക്കുമരുന്നിന് അടിമകളായിട്ട് പോകുന്നവരുണ്ട്, മറ്റു ചിലര് അവരുടെ ജീവിതത്തിൽ സിനിമാശാലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോകുന്നവരുണ്ട്, മറ്റു ചില ആളുകൾ പൂവലിക്കും മറ്റ് ദുഷിച്ച ജീവിത രീതിക്കും അടിമകളായി മുമ്പോട്ട് പോകുന്നവരുണ്ട്. അവരെ ഭരിക്കുന്ന ചിന്ത ഞാൻ ആർക്കും കൊള്ളരുതാത്തവനാണ് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, താങ്കൾ ചിന്തിക്കുന്നു ഞാൻ പ്രയോജനമില്ലാത്തവനാണെന്ന്. അങ്ങനെ താങ്കൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നീ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചിന്തിച്ച് ഒരിക്കലും നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഈ പ്രയോജനമില്ലാത്ത വ്യക്തി പ്രയോജനമുള്ളവനായി തീരുവാനിടയായി. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ. ഇവൻ ഇങ്ങനെ പ്രയോജനമുള്ളവനായി തീർന്നത് എങ്ങനെയാണ്? അതിനിടയാക്കിയത് ഒരു വ്യക്തിയാണ്. ഇങ്ങനെ പ്രയോജനമുള്ളവനായി തന്നെ തീർത്തത് ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തിയാണ്. വേറെ നിലയിൽ പറഞ്ഞാൽ സുവിശേഷമാണ് ഈ പ്രയോജനമില്ലാത്ത ഈ ദാസനെ പ്രയോജനമുള്ളതാക്കി തീർത്തത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, വ്യക്തി ജീവിതങ്ങളിൽ മാറ്റം വരുത്തുവാൻ കഴിയും. ഈ സുവിശേഷത്തിന് അനേക വ്യക്തി ജീവിതങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാലാകാലങ്ങളായി അനേക മനുഷ്യര് നാം ചിന്തിച്ചതുപോലെ ചിന്തിച്ചു, ഞാൻ പ്രയോജനമില്ലാത്തവനാണെന്ന് ചിന്തിച്ച് ജീവിതം മുമ്പോട്ട് നീക്കി. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനെ ചിന്തിച്ച് നാം ഒരിക്കലും മുമ്പോട്ട് പോകരുത്. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അനേക സുവിശേഷം കേട്ട് അല്ലെങ്കിൽ നരഭോജികളായിരുന്ന അനേക ആളുകളെ നരസ്നേഹികളായി തീർക്കുവാൻ ഈ സുവിശേഷത്തിന് സാധിച്ചിട്ടുണ്ട്. ആ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാനായിട്ട് കഴിയും. അതെ, ഇപ്പോൾ പൗലോസിന് ഈ ഒനേസിമോസിനെ കുറിച്ച് പറയുവാനുള്ളത്, അവൻ പ്രയോജനമുള്ളവനാണ്. അവൻ പ്രയോജനമുള്ളവനായി തീർന്നത് അവന്റെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അവനെ പ്രയോജനമുള്ളവനായി തീർത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം എനിക്ക് പ്രയോജനമുള്ളവനായി സമൂഹ മധ്യത്തിൽ മാന്യതയോടെ ജീവിക്കണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റം വരുത്തുവാൻ, നിങ്ങളുടെ പ്രവൃത്തിക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. എനിക്ക് മാറ്റം ആവശ്യമാണെന്നുള്ള ആഗ്രഹം പ്രാരംഭമായ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. രണ്ടാമത്, ആ ആഗ്രഹത്തോടെ കർത്താവായ യേശുവിന് നമ്മുടെ ഹൃദയം കൊടുക്കുവാൻ തയ്യാറാണോ? അങ്ങനെ യേശുക്രിസ്തുവിന് നമ്മുടെ ഹൃദയം കൊടുക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും അവൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും. ആ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ട് നമ്മുടെ പാപത്തെ മോചിക്കുവാനായിട്ട് സാധിക്കും. നാം ഇന്നുവരെ ഒരു പക്ഷെങ്കിൽ പല പാപങ്ങൾ ചെയ്ത് പ്രയോജനമില്ലാത്തവരായി സമൂഹത്തിനും വീട്ടിനും കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊന്നും പ്രയോജനമില്ലാത്തവനായി മുമ്പോട്ട് പോയെങ്കിൽ
ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിന്നെ പ്രയോജനമുള്ളവനാക്കി തീർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു സ്വാധീനം നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുമോ? ഇന്ന് പകൽക്കാലം താങ്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിൽപ്പിൽ നിന്നുകൊണ്ട്, കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ ഇന്നലെ വരെ പ്രയോജനമില്ലാത്തവനായിട്ട് ജീവിച്ചു, എന്നാൽ എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്, അങ്ങന്റെ ഹൃദയത്തിലേക്ക് കടന്നിറങ്ങണമേ. നമ്മുടെ ഹൃദയത്തെ മാറ്റുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. പാപനിബിഡമായിരിക്കുന്ന ഹൃദയത്തെ മാറ്റുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. ആ പാപത്തിന്റെ എല്ലാ ഇരുട്ടും മാറ്റി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വെളിച്ചമുള്ളവരായി ജീവിപ്പാനായിട്ട് നമുക്കിടയാകും. അങ്ങനെയെങ്കിൽ, യേശുവേ, ഞാൻ പാപിയാണ്, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്, അങ്ങയുടെ മരണം എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുകയും അവനെ ദൈവ മകനായി മകളായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് ദൈവമക്കളായി തീരുവാൻ സാധിക്കും. അങ്ങനെ പ്രയോജനമുള്ള ദാസന്മാരെന്നുള്ള ആ നല്ല മേൽവിലാസത്തിൽ നമുക്കറിയപ്പെടുവാനിടയാകും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആകിയാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം കൊടുക്കുക. ഞങ്ങളുടെ ജീവിതം കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ തീർച്ചയായും നമ്മോട് ക്ഷമിക്കുവാനായിട്ട് ശക്തിയുള്ളവനാണ്. അങ്ങനെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവമായി നിരപ്പ് പ്രാപിച്ച് നിത്യരക്ഷയെ അവകാശമാക്കിക്കൊണ്ട് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിന് ഈ വചന കേൾവി പര്യാപ്തമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.